ഹായ്. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത് മറ്റൊന്നിനെക്കുറിച്ചല്ല, നഴ്സുമാരുടെ സമരത്തെക്കുറിച്ചാണ്. അതായത് ഞാനും ഒരു നഴ്സാണ്. ഞാൻ 2017 നഴ്സിംഗ് പാസ്സായത്, BSc നഴ്സിംഗ് പാസ്സായത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 9 കൊല്ലത്തോളമായിട്ടുണ്ട്. ഞാനും എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് തന്നെയാണ് ഞാനും പഠിച്ചത്. പക്ഷേ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തോടെ തിരിച്ചടവ് വരുന്നത് ഏകദേശം 7-8 ലക്ഷത്തോളം രൂപയോളം നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ പഠിച്ചത് നല്ലൊരു തുകയ്ക്ക് എന്താണ് നമ്മൾ എടുത്ത ലോണിനേക്കാളും ഒരുപാട് ഇരട്ടി പലിശ അടക്കം നമ്മൾ അങ്ങോട്ടേക്ക് അടയ്ക്കണം. പലിശരഹിത വായ്പ എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കണം അങ്ങോട്ടേക്ക്, ബാങ്കിലോട്ട്. എല്ലാവരും ചിന്ത എന്ന് പറഞ്ഞാൽ നഴ്സുമാരല്ലേ, അവർക്ക് ഒത്തിരി കാശുണ്ടാക്കാം, ഒത്തിരി കാശുണ്ട്, പുറത്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി കാശുണ്ടാക്കാം എന്നൊരു ധാരണയാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, അത് നിങ്ങൾ ഓർക്കണം. പുറത്ത് പോയാലാണ് ഒരു നഴ്സുമാർക്ക് കാശുണ്ടാക്കാൻ പറ്റും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നമുക്ക് പ്രായമായ അച്ഛന്മാരെയും അമ്മമാരെയും എല്ലാവരെയും ഉപേക്ഷിച്ചാൽ നമ്മൾ ഒരു കുഞ്ഞു മക്കളാണെങ്കിൽ ചിലപ്പോൾ 1 മാസം പ്രസവം കഴിഞ്ഞ് 1 മാസം 2 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ വരെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട്, ഈ നഴ്സുമാർക്ക് ഭയങ്കര മനോധൈര്യമാണ്, എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഇല്ലാത്ത പിള്ളേരെ ഉപേക്ഷിച്ചിട്ട് പോകാനൊരു മനസ്സുണ്ടല്ലോ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. ഒരു ഇതിനകത്തോട്ട് നമ്മൾ എത്തിച്ചേരണം. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് വലിയൊരു ബാധ്യത തന്നെയാണ്. ആ എഡ്യൂക്കേഷൻ ലോൺ അടച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ്. നമ്മുടെ സിബിൽ അഫക്റ്റ് ചെയ്യും. നമുക്കൊരു സാധനം ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല. ഒരു ലോൺ എടുത്ത് വാങ്ങിക്കാനാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമുക്കൊരു സിബിലോട്ടൊക്കെ ഈ ലോൺ കയറി ഇഷ്യൂ ആയി കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഈ കേരളത്തിൽ കുറച്ച് ഹോസ്പിറ്റലുകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞ സമയത്താണെങ്കിലും 20,000 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശമ്പളം എന്ന് പറഞ്ഞ് കേട്ടിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 15,000 രൂപയൊക്കെ തന്നെയാണ്. അതിനവർ ഓരോരോ ഒഴിവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ സാലറി കുറയ്ക്കുമായിരുന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ സൗദിയിൽ പോയി. അന്ന് എനിക്ക് അവിടെ ഒരു 80,000 രൂപയ്ക്ക് അടുത്തായിരുന്നു ശമ്പളം വന്നുകൊണ്ടിരുന്നത്. ഈ 80,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന 20,000 രൂപയെ സംബന്ധിച്ച് അവിടുത്തെ 80,000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ എമൗണ്ട്. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ അവിടുത്തെ എക്സ്പെൻസും കൂടി താങ്ങിയിട്ട് വേണം നമ്മൾ അവിടെ ജീവിക്കാനായിട്ട്. നഴ്സുമാരെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ ലോൺ തന്നെയാണ്. ഈ എഡ്യൂക്കേഷൻ ലോണും വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരിക്കലും ജീവിക്കാൻ കഴിയത്തില്ല. കാരണം നമുക്കൊരു സമാധാനമില്ലാതെ ലോൺ എടുത്ത ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അവർക്കൊരു മറുപടി കൊടുക്കണ്ടേ. അതൊക്കെയാണ് ഈ സ്ത്രീകൾ പുറത്തോട്ട്, അതായത് നഴ്സുമാരെ എപ്പോഴും പുറത്തോട്ട് പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം അതാണ്. ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ വിലവർദ്ധനവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു 500 രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ 2 കൂട്ടം സാധനം കിട്ടും. നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് 2 കൂട്ടം സാധനങ്ങൾ നമുക്ക് കിട്ടും. ഒരു 500 രൂപയും കൊണ്ട് നമ്മൾ പുറത്തോട്ടൊന്ന് കടകളിലോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെയായിരിക്കും. ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നണം, ഇവിടെ വന്നിട്ട് ഞാൻ ഈ സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയൊരു മോളും കൂടെ ഉണ്ട്. ഞാൻ സൗദിയിൽ നിന്ന് വന്ന ശേഷം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. നമ്മുടെ വൈറ്റിലയിലെ ഒരു ഹോസ്പിറ്റലാണ് ഇൻ്റർവ്യൂവിന് പോയത്. അപ്പോൾ നമ്മൾ അവിടുത്തെ റിട്ടേൺ എക്സാം വൈവ എല്ലാം പാസ്സായി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്ത് എത്ര സാലറി എക്സ്പെക്ടേഷൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോടത്ത് പറഞ്ഞു ഒരു 30-35 രൂപ എന്നൊക്കെ രീതിയിൽ ഞാൻ പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അത്രയൊന്നും തരാൻ പറ്റുമൊന്നുമില്ല, ഇവിടെ അത്രയും സാലറി ഇവിടെ ആരും വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് ഏകദേശം കൂടി വന്നാൽ നമുക്ക് തരാൻ പറ്റുന്ന 20,000 രൂപയാണ്. ഞാൻ ചോദിച്ചു 20,000 രൂപയോ? അപ്പോൾ പറഞ്ഞാൽ അതെ, 20,000 രൂപ നമുക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ വിചാരിക്കണതാണ്, ഇവിടെ വൈറ്റിലൊന്ന് താമസിക്കുമ്പോൾ തന്നെ ഒരു വീട് റെൻറ്റിന് എടുക്കുമ്പോൾ തന്നെ ആകും ഒരു 10,000 രൂപയ്ക്ക് അടുത്ത് മന്ത്ലി റെൻ്റാണ് ഞാൻ പറയണത്. നമ്മുടെ ഒരു വീട് എടുക്കണമെങ്കിൽ മന്ത്ലി റെൻ്റ് തന്നെ 10,000 രൂപ. ഈ 10,000 രൂപയും അതുകൂടാതെ നമുക്ക് ചിലവുണ്ടാവും. ഒരു 5 രൂപ 6 രൂപ എന്തൊക്കെ വന്നാലും ഒരു മാസം ചിലവുണ്ടാവും. അതുകൂടാതെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ കുഞ്ഞിനെയും കൂടി കൂട്ടി കുഞ്ഞിനെ ഞാൻ ഏതെങ്കിലും ഡേ കെയറിൽ ആക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടു സാഹചര്യം സംബന്ധിച്ച് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഏതെങ്കിലും ഡേ കെയറിൽ ആക്കേണ്ടി വരും. ആ ഡേ കെയർ ചോദിക്കുന്നത് ഒരു മാസം ഒരു 7,000-8,000 രൂപയുടെ ഡേ കെയറിൽ ചോദിക്കുന്നത് ഈ 20,000 രൂപയ്ക്കും. പിന്നെ അതുകൂടാതെ ഈ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്ന സംഭവം കൂടി. ഈ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ മാസം അടയ്ക്കേണ്ട തുക എത്രയാണ്? 15,000 രൂപയാണ് നമ്മൾ മാസം അടയ്ക്കേണ്ട തുക. ഈ 15,000 രൂപയും ഈ റെൻറ്റും ഈ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളുടെ ചിലവും ഈ കുഞ്ഞിൻ്റെ ഡേ കെയറിലൊക്കെയുള്ള ഫീസും എല്ലാം കൂടി നമ്മൾ 20,000 രൂപയിൽ നമ്മൾ എങ്ങനെ താങ്ങും?
സാധിക്കുമോ? ഇല്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം പോകാൻ നിൽക്കേണ്ട, കാരണം 20,000 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിനെന്തായാലും പോകാൻ നിൽക്കേണ്ട, 20,000 ആണെങ്കിലും 25,000 രൂപ കിട്ടിയാൽ പോലും തികയത്തില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയൊരു പൈസയ്ക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ചില ഹോസ്പിറ്റലുകളിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേന് അവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ 22,000 രൂപയ്ക്ക്, 22,000 23,000 രൂപ അത്രയൊക്കെയാണ് അവിടുത്തെ സാലറി എന്ന് പറയണത്. ഈ 22,000 ആണെങ്കിലും 20,000 ആണെങ്കിലും അപ്പോൾ ഒരു നേഴ്സിൻ്റെ ഒരു ദിവസത്തെ സാലറി എത്രയാണ്? 600 700 എത്ര രൂപ? 1000 രൂപയിൽ താഴെയാണ് ഒരു നേഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത്. ആ 1000, അതായത് നമ്മുടെ ഒരു ദിവസ ചിലവിന് നമുക്ക് ഇത്രയും രൂപ ചിലവുള്ളപ്പോൾ ഈ 1000 രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്ന ചിലവാണോ? ഒരിക്കലുമല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ലോൺ അടയ്ക്കണം. ഞങ്ങൾ എഡ്യൂക്കേഷൻ നഴ്സിംഗ് പഠിക്കുന്നതിൻ്റെ ചിലവ് എത്രയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഏകദേശം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലോൺ അടയ്ക്കണം, നമ്മുടെ വീട്ടു ചിലവ് കാര്യങ്ങൾ നോക്കണം. ഇപ്പം ഒരു വീടില്ലാത്ത ആൾക്കാരാണെങ്കിൽ, അതായത് നമ്മുടെ സിറ്റിയിലൊക്കെ ഒന്ന് താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ റെൻ്റ് അടക്കണം. അതുപോലെ എത്ര ചിലവുകളായിരിക്കും ഉള്ളത്. ആ ഒരു പക്ഷം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാന്യതയുള്ള സാലറിയാണ്. ഇവിടെ നിന്ന്, അതായത് ഒരു പുറം നാട്ടിൽ നിന്ന് വന്നൊരു ബംഗാളിക്ക് പോലും ഇവിടെ ഒരു 1000-ന് മേളിലാണ് ശമ്പളം എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു സ്കിൽഡ് വർക്കറിന് ഒരു 700 രൂപയ്ക്ക് അടുത്ത് സാലറി കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം. അവർ 700 രൂപയ്ക്ക് അവർക്കെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ചിലവുമില്ല. അവർക്കൊരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് ചിലവ് വന്നു കഴിഞ്ഞാൽ സർക്കാർ എടുക്കും. അവരുടെ ഫുഡാണെങ്കിൽ സർക്കാർ എടുക്കും. അവർക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണ കാര്യമില്ല. അപ്പം എല്ലാ രീതിയിലും, അതും കൂടാതെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും, അതായത് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു ഇന്നൊരു എമൗണ്ട് ആയിട്ടാണ് ഒരു ജയിൽ ശിക്ഷ മോചിതനാകുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഞങ്ങൾ നേഴ്സുമാരെ സംബന്ധിച്ച് എന്താണ്, നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്കൊരു ഞായറാഴ്ച എന്നൊരു ദിവസം ഞങ്ങൾക്ക് സ്വപ്നങ്ങളിൽ മാത്രം, ഒരു ഫാമിലിയുടെ കൂടെ ഇരിക്കാനോ ഒരു കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച എന്ന ദിവസം എല്ലാവർക്കും അവധി കിട്ടുന്ന ഒരു ഹോളിഡേ ഞായറാഴ്ച. ആ ഞായറാഴ്ച ഞങ്ങൾക്കില്ല. കാരണം ആ ഞായറാഴ്ച ഞങ്ങൾക്ക് സ്വപ്നങ്ങൾ മാത്രം. ഞായറാഴ്ച എന്ന ദിവസം നമുക്ക് ലീവ് കിട്ടുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേ വേണ്ട. ദിവസം അതുപോലെ തന്നെ ഒരു 8 മണിക്കൂറൊക്കെ ഡ്യൂട്ടി ഷിഫ്റ്റ് എന്ന് പറയുമല്ലോ, നമുക്കൊരു 8 hours ആയിരിക്കും ഡ്യൂട്ടി ഷിഫ്റ്റ്. പക്ഷെ ഒരു ഡ്യൂട്ടി ഷിഫ്റ്റ് തീരണം എപ്പോഴാണെന്ന് അറിയാമോ? ഇപ്പം നമ്മളൊരു 7 മണിക്ക് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡ്യൂട്ടി മേബി, അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഏകദേശം ഒരു 8 മണിക്കൂർ ഷിഫ്റ്റാണ് നമുക്ക് വരണമെന്ന് ചോദിച്ചോ. ഇപ്പോൾ 1 മണിയാകുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി തീർന്നു എന്ന് വിചാരിക്കും. പക്ഷേ ഞങ്ങൾ ഹാൻഡ് ഓവർ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും അതിന് വരുന്ന ടൈം എത്രയാണെന്ന് അറിയാമോ? ഒരു 3 മണി 4 മണി ആ ടൈമാവും നമ്മളൊരു ഹാൻഡ് ഓവർ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഒരു നഴ്സുമാരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ എന്ന് അന്വേഷിച്ചറിയാൻ പറ്റും. പക്ഷെ ആരും അങ്ങനെ പരാതിപ്പെടുന്നില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഫാമിലിയുടെ ഒരു ദിവസങ്ങൾ കഴിഞ്ഞു കൂട്ടാന്ന് വെച്ചാൽ നടക്കില്ല. രാവിലെ ഉണരും മുന്നേ പോകണം. രാത്രിയാകുമ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും ഒരു നേരവും. പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല, നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല, ഒന്നിനും സമയമില്ല. അതാണ് ഒരു നേഴ്സിൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ. ആർക്കും നമ്മൾ ഈ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത് കൊണ്ടുപോകുമ്പോഴും നമ്മളൊരു സാലറി ഇൻക്രിമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ മുഖം ചുളിയും. എല്ലാവർക്കും അതിൽ വലിയ താല്പര്യമില്ല. അയ്യോ സാലറി ഇൻക്രിമെൻറ്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ പൈസ ഇല്ല എന്ന രീതിയിലായിരിക്കും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വർത്തമാനം വരുന്നത് നമ്മളോട്. അതുപോലെ തന്നെ ഒരു അംഗീകാരം, നമ്മൾ ചെയ്യുന്ന വർക്കിന് നമ്മുടെ മാനേജ്മെൻറ്റും നമ്മൾ അംഗീകരിക്കുകയല്ല ചെയ്യണത്. നമ്മളെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും അടിച്ചമർത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നൊരു ജോലിക്കൊരു നമുക്കൊരു എന്താ പറയണത്, ഇങ്ങോട്ടൊരു അപ്രിസിയേഷൻ കിട്ടിയാലല്ലേ നമുക്കൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഒരു അടിമപ്പണി എന്ന് പറയുന്നത്, അതായത് എല്ലാവരും പറയും നേഴ്സുമാർ മാലാഖമാരാണെന്നൊക്കെ. പക്ഷെ നേഴ്സുമാർ എന്ന് മുതലേ മാലാഖമാരായത്? ഒരു കൊറോണയോ ഒരു നിപ്പയോ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ മാത്രമേ നേഴ്സുമാർ മാലാഖമാരാവുള്ളൂ. എന്താ പറയണത്? അല്ലാതെ ഇപ്പം ആരെങ്കിലും മാലാഖമാരെന്ന് പറയുമോ? ഇപ്പം എന്തെങ്കിലും അസുഖം വന്നോട്ടെ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പുകഴ്ത്തി പറയാൻ വേണ്ടി ആയിക്കോട്ടെ, അപ്പം മാലാഖമാരെന്നൊക്കെ പറഞ്ഞ പടം ഉണ്ടാവും. മാലാഖമാരെന്ന് പറയുമ്പോൾ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാം നമ്മൾ ത്യജിച്ച് ജീവിക്കണം എന്നാണോ? ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്കും ജീവിക്കാനുള്ള അർഹതയുണ്ട്. അത് നമ്മുടെ ആരോഗ്യമന്ത്രി ആണെങ്കിലും ഒന്ന് ഇടപെട്ട് നമുക്ക് ചെയ്യാനുള്ള ചെയ്തു തരണം. അതുകൊണ്ട് തന്നെ ഈ നഴ്സുമാർക്ക് 40,000 രൂപ എന്ന് പറയുന്നത് മിനിമം വേതനമാക്കണം എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ. ഇപ്പോൾ തന്നെ ഈ ഒരു സമരത്തിന് ഇറങ്ങാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ എന്താ ചിന്തിക്കണമെന്ന് അറിയാമോ? സമരത്തിന് ഇറങ്ങാണ്ട് നമുക്ക് പോയി സമരത്തിന് ഇറങ്ങാം. പക്ഷേ നമ്മൾ നഴ്സുമാർ മറുഭാഗം കൂടി ചിന്തിക്കുക, അയ്യോ ഞങ്ങൾ എങ്ങാനും ലീവ് എടുത്തു കഴിഞ്ഞാൽ മറ്റ് പേഷ്യൻസിനും കൂടെ അല്ലേ
അത് അനുഭവിക്കേണ്ടി വരും. കാരണം പേഷ്യൻസിന് എന്ത് ചെയ്യും, അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെയും കൂടി ഹെൽപ്പ് ഇല്ലാതെ അവരെന്ത് ചെയ്യും എന്ന്. ഒരിക്കലും ഡോക്ടേഴ്സിന് മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഒരു ഹോസ്പിറ്റൽ? ഒരിക്കലും ഇല്ല. ഞങ്ങളും കൂടി അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഒരു ടീമിൻ്റെ ഭാഗം തന്നെയാണ് ഞങ്ങളും. അപ്പം അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ റോളുണ്ട്. അപ്പം നമ്മളത് ആ ഒരു സമരത്തിലോട്ട് നമ്മൾ ഇറങ്ങാത്തതിൻ്റെ കാര്യം വെച്ച് ഇതൊക്കെ ഓർത്തിട്ടാണ് ഞങ്ങൾ ആ പേഷ്യൻസ് വരുന്നവർക്ക് എന്തെങ്കിലും ആവശ്യം, അല്ലാതെ ആ പേഷ്യൻസ് വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ആവശ്യം വേണ്ടി വരുന്ന എന്തെങ്കിലും അല്ല, വരുന്ന പേഷ്യൻസിനെയും കൂടി ചിന്തിച്ചിട്ടാണ് ഞങ്ങളൊന്നും ഒരു സമരത്തിന് ഇറങ്ങി പുറപ്പെടാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഈ 40,000 രൂപ മിനിമം വേതനം എന്നാക്കുന്നത് യാതൊരുവിധ തെറ്റുമില്ല. ഞങ്ങളത് അർഹിക്കുന്ന ഒരു ഒന്ന് തന്നെയാണ്. ഞങ്ങൾ ഈ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തിരിച്ചടവിനുള്ള പൈസയെങ്കിലും വേണ്ടേ? ഞാൻ പറഞ്ഞില്ല, ഒരു എഡ്യൂക്കേഷൻ ലോണിൽ നമ്മൾ തിരിച്ചടക്കേണ്ടത് ഒരു 15,000 രൂപ വെച്ചിട്ടാണ്. ഒരു മിനിമം നമ്മൾ 15,000 രൂപ വെച്ച് അടച്ചാലേ നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ ഇത്ര വർഷത്തിനുള്ളിൽ ക്ലോസ് ആകത്തുള്ളൂ നമ്മുടെ. അപ്പം ഞങ്ങൾക്ക് ഈ 20,000 രൂപ 25,000 രൂപ ശമ്പളം തന്നു കഴിഞ്ഞാൽ അത് മതിയാവും? ഞങ്ങൾ എങ്ങനെ അതിനെ മുതലിക്കും? ഞങ്ങളുടെ ഫാമിലി എക്സ്പെൻസും ഞങ്ങളുടെ മറ്റ് ചിലവുകളും എല്ലാം കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ എങ്ങനെ അതിനെ മുതലിക്കും? നമ്മുടെ നാട്ടിൽ നിന്ന് പുറം രാജ്യത്തേക്ക് ഈ ജോബ് സീക്കേഴ്സും സ്റ്റുഡൻസും എല്ലാം പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു പിഴവ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പിഴവ് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു തുച്ഛമായ വരുമാനം കൊണ്ട് ഒരിക്കലും നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ എത്ര രൂപ? ഒരു 450 രൂപയോളം ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ആവുന്നുണ്ട്. ആ 1 ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് എത്ര ദിവസത്തേക്കുണ്ട്? ഒരു പച്ചക്കറി കടയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു 3-4 കൂട്ടം സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ, ഒരു പച്ചക്കറിയുടെ ചെറിയൊരു 1/2 കിലോ വെച്ചിട്ട് ഒരു 3-4 സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തീരും കയ്യിലുള്ള 500 രൂപ. ഇത്രയും ഈ വില വർധനയുള്ള ഈ നാട്ടിൽ, നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എങ്ങനെ ജീവിക്കും ഈ 25,000 രൂപ എന്നൊക്കെ വെച്ചുകൊണ്ട്? എന്തർത്ഥത്തിലാണ് ഞങ്ങൾക്ക് മാനേജ്മെൻറ്റ് ഇത്രയും ഒരു കുറവ് സാലറി തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ എത്ര ഹോസ്പിറ്റലുകളും മറ്റും പോയി, അവിടെയൊക്കെ പറയുന്നത് ഇത്രയും സാലറിക്ക് നമ്മൾ എങ്ങനെ ജോലി ചെയ്യാനാണ്? അതൊന്ന് പറഞ്ഞു തരാമോ? ഇത്രയും കുറവ് സാലറിക്ക് നമ്മൾ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്? നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡേ കെയറിൽ കുഞ്ഞിനെ കൊണ്ട് ആക്കണമെങ്കിൽ പോലും അവിടുത്തെ ഫീസ് 7,000-8,000. ഒരു കുട്ടിയുടെ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഫീസ് 7,000-8,000 എന്നുള്ളതും അവർക്ക് അവരുടെ എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണ്ടേ? ഞങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കണ്ടേ? എല്ലാവരും തന്നെ പുറത്തോട്ട് പോയാൽ എങ്ങനെ? ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, വയ്യാതിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഞങ്ങളെ കൂട്ടുണ്ടാവുള്ളൂ. അവരുടെ ഒരു അവസാന കാലത്ത് തുണി ആകേണ്ട ആൾക്കാർ വല്ല നാട്ടിലും പോയി കഷ്ടപ്പെടണേ. പറയുമ്പോൾ എന്താ, മക്കൾ ഗൾഫിലാണ്, നല്ലത് കാര്യം. പക്ഷെ ആ മക്കളവിടെ ഗൾഫിലാണെന്ന് പറയുമ്പോൾ അവരെന്തുമാത്രം അവരുടെ യാതനകൾ സഹിച്ചാണ് അവിടെ കഴിയണേന്ന് അറിയാമോ? ചിലർക്ക് ചിലരുടെ ബോഡിക്ക് തണുപ്പൊന്നും പറ്റില്ല. പുറം രാജ്യങ്ങളിൽ തണുപ്പാണ്, എന്നിട്ടും അത്രയും ബുദ്ധിമുട്ടി അവിടെ കഴിഞ്ഞുകൂടുന്നതിൻ്റെ കാര്യം എന്താ? ഈ സാലറിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അത്രയും നമുക്ക് ജീവിക്കാനുള്ള ഒരു സാലറി പോലും തരാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ നേഴ്സുമാരെല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് ഓടിപ്പോണത്. അതുകൊണ്ട് തന്നെ ഈ നേഴ്സുമാരുടെ ഈ സമരം, അതായത് ഞങ്ങളുടെ ഈ സമരത്തിന് ഞങ്ങൾക്ക് മിനിമം വേതനമായി 40,000 രൂപയെങ്കിലും ഞങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇത്രയും ദിവസമായി ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് ഞങ്ങൾ ഇതുവരെയായിട്ടും ഒരു മീഡിയാസ് ആരും തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആകെ വന്നത് മറുനാടൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബിലുള്ള ഒരു ചാനലാണ് വന്നേക്കുന്നത്. ആ ചാനലിൽ നിന്നാണ് ഞങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് വന്നേക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് റിപ്പോർട്ടർ ചാനൽ ഓരോരോ വാർത്തയായിട്ട് ജസ്റ്റ് ഒരു ഷോർട്സ് ആയിട്ട് പുറത്തു വിടുന്നുണ്ട്. അതല്ലാതെ ഞങ്ങളെ വേറെ ആരും ഇതുവരെയായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ മാനേജ്മെൻറ്റിൻ്റെയും പക്ഷേ എന്താണ് ഇവരുടെയൊക്കെ ഒരു പവർ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു ചാനൽ പോലും ഞങ്ങളുടെ ഇത്രയും വലിയൊരു സമരത്തിന് ഒരാൾ പോലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. നിങ്ങളപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളുടെ എന്തുമാത്രം ഒരു ഭീകര സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകണേന്ന്. ഒരു ചാനലുകൾ പോലും നമുക്കായിട്ടൊരു സപ്പോർട്ടിന് വരാത്ത പക്ഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച മറുനാടൻ ഒരുക്കിയ ഒരു വാർത്ത ഒന്ന് കേട്ട് നോക്കാം. തിരുവനന്തപുരം നഗരം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ സമരങ്ങളിൽ ഒന്ന് അരങ്ങേറുകയാണ്. ആ സമരത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ പത്രമാധ്യമങ്ങളിൽ ഒന്നും കണ്ടു കാണില്ല. ഇന്ന് വൈകുന്നേരത്തോടുകൂടി റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നേഴ്സുമാർ നാളെ അവരുടെ മിനിമം ശമ്പളം ഉയർത്തണം എന്ന ആവശ്യവുമായി വലിയൊരു സമരത്തിനായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച അവർ തൃശ്ശൂരിൽ വെച്ചൊരു വലിയ കൺവെൻഷൻ നടത്തിയിരുന്നു. എന്നിട്ട് സർക്കാരിനോട് പറഞ്ഞു, ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച് തരണം,
അത് ഔദാര്യമല്ല, അവകാശമാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. 2018 ശേഷം ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. ഹൈക്കോടതിയും സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ നിയോഗിച്ച പല കമ്മീഷനുകളും പറഞ്ഞിരിക്കുന്നു, നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളം, തുല്യ ജോലിക്ക് തുല്യ ശമ്പളം, സർക്കാർ ആശുപത്രിയിലെ നേഴ്സുമാർക്ക് കിട്ടുന്ന അതേ ശമ്പളം കൊടുക്കണമെന്ന്. അത്രയും ഒന്നും ചോദിക്കുന്നില്ല. മിനിമം 40,000 രൂപ ശമ്പളം വേണം. അതായത് ഒരു ദിവസം പണിയെടുത്താൽ 1333 രൂപ ശമ്പളം കിട്ടണം. ഇതാണ് നേഴ്സുമാർ ചോദിക്കുന്നത്. 7 വർഷമായി നേഴ്സുമാരുടെ 1 രൂപ പോലും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. 7 വർഷത്തിനിടയിൽ ജീവിത ചെലവ് 10 മടങ്ങായി വർദ്ധിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് 2023 നേഴ്സുമാർ സമരം നടത്തിയിരുന്നു. സമരം ഒത്തുതീർപ്പിലാക്കാൻ ഇടക്കാല ആശ്വാസം പ്രഖ്യാപിച്ചു. UNAയുടെ യൂണിറ്റുകളുള്ള ആശുപത്രികളിൽ മാത്രം ആ ഇടക്കാല ആശ്വാസം നിലവിൽ വന്നു. എന്നാൽ സർക്കാരിൻ്റെ പ്രഖ്യാപനമല്ലാതെ മിനിമം വേതനം നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് 40,000 രൂപ മിനിമം വേതനം എന്ന ആവശ്യവുമായി ഞങ്ങൾ സമരത്തിനിറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഏതാണ്ട് 20,000-ലധികം നേഴ്സുമാർ ഒരാഴ്ച മുമ്പ് തൃശ്ശൂരിലെ ശക്തൻ സ്റ്റാൻഡിന് സമീപം തടിച്ചുകൂടി സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷെ സർക്കാർ അനങ്ങിയില്ല. മന്ത്രി രാജൻ അവിടെ എത്തി വാഗ്ദാനം നൽകിപ്പോയി, അനങ്ങിയില്ല. എല്ലാ പാർട്ടികളിലെയും ആളുകളുണ്ടായിരുന്നു, വാഗ്ദാനങ്ങൾ നൽകി. പക്ഷെ ആരും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ല. അതുകൊണ്ട് ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി നാളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 25,000-നും 30,000-നും ഇടയിൽ നേഴ്സുമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. നാളെ രാവിലെ മുതൽ തന്നെ നേഴ്സുമാർ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമീപം തടിച്ചുകൂടും. അവിടെ നിന്നവർ മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റിലേക്ക് പോകും. ഉച്ചവരെ അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. അതിനുശേഷം അവർ മാർച്ച് നടത്തി നേഴ്സുമാരുടെ കൺവെൻഷൻ നടത്താൻ പോവുകയാണ്. സമരപ്രഖ്യാപനവും സർക്കാരിനുള്ള മുന്നറിയിപ്പുമൊക്കെ ഈ സമരത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനുശേഷം നേഴ്സുമാർ ഒരു കൺവെൻഷൻ നടത്തുന്നു അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. ഈ കൺവെൻഷൻ എവിടെ നടത്തും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതിന്റെ കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പാരപണിയാണ്. നേരത്തെ തീരുമാനിച്ചിരുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷം നേരെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലേക്ക് മാർച്ച് നടത്തുക എന്നതായിരുന്നു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് പേർക്ക് ഇരിക്കാൻ കഴിയും. അവിടെ നേഴ്സുമാരുടെ അവകാശ പ്രഖ്യാപനമാണ് നടത്തുന്നത്, സമരമല്ല. നേഴ്സുമാരുടെ അവകാശ പ്രഖ്യാപനം നടത്തുന്നു, നേഴ്സുമാർ അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച നടത്തുന്നു. അങ്ങനെ ഒരു പദ്ധതിക്കാണ് രൂപം കൊടുത്തിരുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധികളെയൊക്കെ ക്ഷണിച്ചിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, രമേശ് ചെന്നിത്തല, അനൂപ് ആന്റണി, ഷോൺ ജോർജ്, ശബരിനാഥ്, ഷിബു ബേബി ജോൺ, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ തുടങ്ങി അനേകം പേർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ നാടകീയമായി നേരത്തെ പണമടച്ച് ബുക്ക് ചെയ്തിരുന്ന നിശാഗന്ധി ഓഡിറ്റോറിയം ബുക്കിംഗ് റദ്ദാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് കിട്ടുന്നു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നാണ്. ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് നിശാഗന്ധി ഓഡിറ്റോറിയം. ടൂറിസം മന്ത്രിക്കും ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. ഇതൊരു നേഴ്സിംഗ് കൺവെൻഷനാണ്, സമരമല്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നേഴ്സുമാരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ അതിനോട് തിരിഞ്ഞു നിൽക്കരുത് എന്നൊരു ആവശ്യം സർക്കാരിന് മുമ്പിൽ ഉന്നയിച്ചിരുന്നു. മിക്ക മന്ത്രിമാരും അതിന് അനുകൂല നിലപാടാണ് എടുത്തത്. എന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നു. ഈ പരിപാടി റദ്ദ് ചെയ്ത് മതിയാവൂ എന്ന് ടൂറിസം വകുപ്പിനെ അറിയിക്കുകയും നിവൃത്തികെട്ട് ടൂറിസം വകുപ്പ് പണമടച്ച് ബുക്ക് ചെയ്തിരുന്ന ഹാള് റദ്ദാക്കുകയും ചെയ്തു. ഇത്രയധികം നേഴ്സുമാർ എത്തുന്നതാണ്, 25,000 നേഴ്സുമാർ എത്തുന്ന ഒരു വേദിയാണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അത്രയും നേരം നിൽക്കാൻ അനുമതിയില്ല. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 2-3 മണിക്കൂറിലധികം നിന്നാൽ അവർ അവിടെ നിന്ന് പിരിച്ചുവിടും, പോലീസ് പിരിച്ചുവിടും. അത് സംരക്ഷിത മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മൈക്ക് കെട്ടി ഒരു പരിപാടി നടത്താൻ സാധ്യമല്ല. വാസ്തവത്തിൽ അവിടെ ആയിരുന്നെങ്കിൽ നന്നായി നടത്താമായിരുന്നു. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ചെയ്താൽ ഒരു കുഴപ്പവുമില്ല, അവരനുവദിക്കും. പക്ഷേ രാഷ്ട്രീയമില്ലാത്തൊരു സംഘടന ഇങ്ങനെ പരിപാടിക്കിറങ്ങിയാൽ എല്ലാ നിയമ തടസ്സങ്ങളും അവർക്കെതിരെ വരും. നിയമത്തെ വെല്ലുവിളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുമ്പിൽ പ്രകടനം നടത്തി മിനിമം പ്രസംഗങ്ങൾക്ക് ശേഷം മാർച്ചിന് ശേഷം അവിടെ നിന്ന് മാറാനാണ് തീരുമാനിച്ചത്. പക്ഷേ എങ്ങോട്ട് പോകും എന്നതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. കാരണം അവസാന നിമിഷമാണ് നിശാഗന്ധി ഓഡിറ്റോറിയം റദ്ദ് ചെയ്തത്. പിന്നീട് പുത്തിരിക്കണ്ട മൈതാനത്തേക്ക് ഈ നേഴ്സിംഗ് കൺവെൻഷൻ മാറ്റാൻ ശ്രമം നടത്തി. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ഇപ്പോഴത്തെ പദയാത്ര അതിന്റെ സമാപനം 6-ാം തീയതിയാണ്. അതിനു മുന്നോടിയായി 4ഉം 5ഉം അവർ ബുക്ക് ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ചു നോക്കി, മുതിർന്ന നേതാക്കളൊക്കെ സമ്മതിച്ചു. പക്ഷേ കൈമനം പ്രഭാകരൻ എന്ന തിരുവനന്തപുരത്തെ ഈ പന്തലിന് ബുക്ക് ചെയ്തിരിക്കുന്ന ആൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു ദിവസം മാത്രമാണ്, 4-ാം തീയതി മാത്രമാണ്, വൈകുന്നേരം ഈ പരിപാടി നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതൽ KC വേണുഗോപാൽ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ളവർ സമ്മതിച്ചു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്റ്റേജ് ബുക്ക് ചെയ്തിരുന്നത് ഒരു കൈമനം പ്രഭാകരനാണ്. അയാൾ പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സാധ്യതയും മങ്ങി. അതുകൊണ്ട് 25,000-ലധികം നേഴ്സുമാർ നാളെ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് കൺവെൻഷൻ നടത്താൻ ഒരിടമില്ല. ഏതെങ്കിലും ഒരിടം കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നു. പക്ഷേ പിന്മാറുന്നില്ല. സർക്കാർ പക വീട്ടുന്നതിന് വേണ്ടി ഇത് റദ്ദ് ചെയ്തിട്ടും പിന്നോട്ടില്ല. നേഴ്സുമാർ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ പിന്നോട്ട് പോവേണ്ടതില്ല എന്ന വാശിയിൽ അവർ എത്തുകയാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള വിവിധ ആശുപത്രികളിലെ നേഴ്സുമാരാണ് ബസ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ഏതാണ്ട് 750ഓളം ബസ്സുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ബസ്സിലാണ് ഈ നേഴ്സുമാർ ഒഴുകിയെത്തുന്നത്. അവരുടെ അവകാശത്തിന് വേണ്ടി അവർ സമരം ചെയ്യുകയാണ്. ഇപ്പോഴും സർക്കാർ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ നഴ്സിംഗ് അവകാശ പ്രഖ്യാപനത്തിന് ശേഷം അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കാനാണ് നേഴ്സുമാരുടെ തീരുമാനം. സെക്രട്ടേറിയറ്റിനെ സ്തംഭിപ്പിക്കുന്ന, തിരുവനന്തപുരത്തെ സ്തംഭിപ്പിക്കുന്ന വലിയ സമരങ്ങളിലൊന്നായി ഇത് മാറും. സംസ്ഥാന സർക്കാരിന് കണ്ണു തുറന്ന് ഇവരുടെ വേദന കാണാൻ കഴിയുമെങ്കിൽ കാണുക. ഇല്ലെങ്കിൽ അവകാശം നേടിയെടുക്കുന്നതുവരെ അവർ നടത്തുന്ന ജനകീയ സമരത്തിന് മറുനാടിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ആ സമരത്തോടൊപ്പമാവും ഞങ്ങൾ എല്ലാ ദിവസവും. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തന്നെ തുടർ നിരാഹാര സമരവും മറ്റും ആരംഭിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും നേഴ്സുമാരുടെ കണ്ണീരൊപ്പാൻ സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ അതിന് തയ്യാറുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്കും നാളെ 11 മണിക്കും 1 മണിക്കും ഇടയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വരാം, പിന്തുണ അറിയിക്കാം. അതിനുള്ള സൗകര്യം ഉണ്ടാവും. ഒരു 1:30യോടുകൂടി സെക്രട്ടേറിയറ്റിന് പിരിയാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ധാരണയില്ല. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ എവിടെയെങ്കിലും ഈ നേഴ്സുമാർ ഒരുമിച്ച് കൂടും. അവരുടെ അവകാശം അവർ ഒരുമിച്ച് പ്രഖ്യാപിക്കും. സർക്കാർ എത്ര പാര വെച്ചാലും എന്തെല്ലാം തലവേദന ഉണ്ടാക്കിയാലും പിന്മാറണ്ട. ജീവിക്കാനുള്ള അവകാശം 1333 രൂപ ഒരു ദിവസം വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്നേ വരെ തിരുവനന്തപുരം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സമര പരിപാടികളിൽ ഒന്നാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച്. ആയിരക്കണക്കിന് നേഴ്സുമാർ ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ദയവായി നിങ്ങൾ മുഖം ധരിച്ചു നിൽക്കരുത്. ആശുപത്രി മുതലാളിമാരെ ഭയന്ന് ദയവായി നേഴ്സുമാരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ മുഖം തിരിക്കരുത്. ഏതാണ്ട് 28 ലക്ഷത്തിലധികം നേഴ്സുമാർ കേരളത്തിൽ നിന്നും ഉണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അവരിൽ മഹാഭൂരിപക്ഷവും കേരളത്തിന് പുറത്താണ്. പക്ഷെ അവരുടെയൊക്കെ മനസ്സ് ഈ നേഴ്സിംഗ് സമൂഹത്തോടൊപ്പമാണ്. അവരുടെ അനിയത്തിമാരോടും അനിയന്മാരോടും ഒപ്പമാണ്. ലോകത്തെല്ലായിടത്തുമുള്ള 28 ലക്ഷം മലയാളി നേഴ്സുമാർ ഒരുമിച്ച് തീരുമാനിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മുന്നണിയോ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും കഴിയുമെന്ന് മറക്കരുത്. നേഴ്സുമാർ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും മുഖം തിരിഞ്ഞു നിൽക്കരുത് എന്ന് അപേക്ഷിക്കുന്നു.